നമ്മുടെ നാട്ടിലേക്കും കേരളത്തിലേക്കും ഇന്നല്ലെങ്കിൽ നാളെ മെസ്സി വരും. ആ മെസ്സിയുടെ വരവ് കേരള ഫുട്ബോളിന് ഗുണകരമാവട്ടെ. എന്ത് സംഭവിച്ചാലും അത് കേരളത്തിനും കേരള ഫുട്ബോളിനും ഗുണം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും. അപ്പം മെസ്സി വരുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റേഡിയം നന്നാക്കുന്നു, വെരി ഗുഡ്. അതൊരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ അതിനു വേണ്ടി നന്നാക്കപ്പെടുന്നുണ്ടെങ്കിൽ ഗുഡ്. അത് ഫുട്ബോൾ കളിക്കാനുള്ള സംഗതിയല്ല, നല്ല കാര്യം. നല്ല സ്റ്റേഡിയമൊക്കെ മിനുക്കി ഗംഭീരമായിട്ട് പണിയൊക്കെ നടക്കട്ടെ, വെരി ഗുഡ്. അത് നടക്കട്ടെ, ഒടുവിൽ വരും എന്ന് ഞാൻ നിങ്ങളെപ്പോലെ ഓരോ എന്നെ പുറത്ത് കാണുന്ന എല്ലാ സാധാരണക്കാരനും ഈ ഒറ്റ ചോദ്യം, സാറേ മെസ്സി വരും, അവരെ പോലെ ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അല്ല, ഇതിന്റെ സ്പോൺസറായ റിപ്പോർട്ടിന്റെ CEO റോയി അഗസ്റ്റിൻ പറഞ്ഞു, എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുത്താതിരിക്കാൻ വേണ്ടിയുള്ള പല നടപടികൾ മുന്നോട്ടേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത് തകർക്കാനാണ് നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾസ് ഞാൻ കണ്ടിരുന്നു. അതെന്താണ്, സോഷ്യൽ മീഡിയയുടെ അതൊരു പ്രചരണം കാരണമാണോ അങ്ങനെയൊക്കെ തോന്നാൻ കാരണം? അങ്ങനെയല്ല, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സംഗതിയല്ലേ. ഇപ്പം നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങളൊരു സംഗതി കൊടുക്കുന്നത്. അതിലിപ്പോൾ എനിക്ക് നിങ്ങളെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ സംഗതിയെ കൺട്രോൾ ചെയ്യാനോ ഒന്നും എനിക്ക് സാധിക്കില്ല.